ഭാര്യ മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഓട്ടോ വന്ന് തട്ടിയല്ലേ? കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. ആ ഓട്ടോക്കാരൻ തന്നെ ചേച്ചിയെ വണ്ടി കയറ്റി ആശുപത്രിയിൽ എത്തിച്ചു. ഇത്രയും നല്ല ഓട്ടോക്കാര് ഈ നാട്ടിലുണ്ടല്ലോ. ഇനി നിനക്കുള്ള മെസ്സേജാ വരാൻ പോകുന്നേ. ഹേയ്, ദേ ഈ ബിജുക്കുട്ടനൊരു കാമുകയുണ്ട്. നിങ്ങൾക്കറിയായിരുന്നോ? നിങ്ങൾക്കറിയില്ല, പക്ഷെ എനിക്കറിയാം. മായ AK കോളേജിലെ MSc പഠിക്കുന്നു. കണ്ടിട്ടില്ലല്ലോ? നല്ല കുട്ടിയാ, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കുട്ടിയാ. അങ്ങനെയുള്ള കൊച്ചുങ്ങൾ ബസ്സിൽ പോകുമ്പോ ചില ഞരമ്പ് രോഗികള് കമന്റ് അടിക്കുകയോ പിച്ചോ ഒക്കെ ചെയ്തെന്ന് വരും. ആവേശത്തില് നീ അവരോട് ചോദിക്കാൻ പോവോ മറ്റോ ചെയ്താ അവന്മാര് വല്ല കടുങ്കയും ചെയ്തെന്നിരിക്കും. അതോടെ ആ കൊച്ചിന്റെ ഭാവി പോവില്ലേ? അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. എടുക്ക്, ഗിരിയുടെ ഫോണായിരിക്കും. എടുത്ത് സംസാരിക്ക്. ഹലോ ഗിരിയേട്ടാ. ഞാൻ ജോലി കഴിഞ്ഞ് ഇറങ്ങാ. നിനക്ക് എന്തെങ്കിലും വാങ്ങണോ? ഇല്ല, ഗിരിയേട്ടൻ വേഗം വീട്ടിലേക്ക് എത്തിയാ മതി. എന്നൊരു ഓവർ സ്പീഡൊന്നും വേണ്ട, സൂക്ഷിച്ചു വന്നാ മതി. നിനക്കെന്താ പണിയൊന്നും കിട്ടാത്തെന്നല്ലേ ചിന്തിക്കുന്നേ? നീയേ ഗിരിയുടെ ഭാര്യയായിപ്പോയി. അവന് വേണ്ടിയിട്ടേ ഞാൻ നിന്നോട് ക്ഷമിക്കാം. ദാ എല്ലാരോടും കൂടി പറയാ, ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഇവളുടെ വാക്കേട്ട് തുള്ളാൻ നിന്നാ ഇവക്കൊന്നും നഷ്ടപ്പെടില്ല. പക്ഷെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടും. അത് ഭാര്യയാകാം, കാമുകയാവാം, അച്ഛനാവാം, അമ്മയാവാം, ആരുമാവാം. ഗോപാൽജി തിരിച്ചു വന്നു മക്കളെ. ഇനി നിങ്ങളുടെ ഒന്നും ഒരു കളിയും ഇവിടെ നടക്കാൻ പോണില്ല. നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് മലമറിച്ചാലും എന്റെ മുകളിലെ തലയിലെ ഒരു രോമം പോലും നിങ്ങൾക്കൊന്നും തൊടാൻ കഴിയില്ല. എടി കൊച്ചേ, ഫാശിയില് നിന്നേക്കാളും വലിയ ഐറ്റമായിരുന്നു നിന്റെ തന്ത. എന്നിട്ട് എന്തായി? എന്റെ മോനെ ജയിലിൽ കയറ്റാൻ ഉരുപ്പിട്ട് ഇറങ്ങിയപ്പോ നേരെ മുകളിലോട്ട് അങ്ങെത്തി. എന്റെയോ മക്കളുടെയോ വഴിക്ക് വന്ന നിന്റെയും ഗതി അത് തന്നെയായിരിക്കും. അപ്പോ എന്റെ അച്ഛനെ കൊന്നത് ഇയാളാണോ?